ഹായ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരാളുടെ ആദ്യ വിമാനയാത്രയിൽ നടന്ന ചില രസകരമായ സംഭവങ്ങളാണ്. ആള് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. എൻ്റെ പേര് സുമീർ സുലൈമാൻ. ഈ കഥ നടക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് 2017. ഞാൻ 2017 സൗദി അറേബ്യയിൽ വരുന്നത്. അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹമായിരുന്നു വിമാനത്തിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ആകാശത്തിലൂടെ പോകുന്ന വിമാനം മാത്രം കണ്ടിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വിമാനയാത്ര എന്നുള്ളത്. അങ്ങനെ ഞാൻ 2017 സൗദി അറേബ്യയിൽ ജോലിക്കായിട്ട് വരുവാണ്. എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പം ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന എയർപോർട്ട് എറണാകുളം, അത് നെടുമ്പാശ്ശേരി കൊച്ചിൻ എയർപോർട്ടാണ്. അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞാൻ സൗദിയിലേക്ക് വരുവാണ്. അങ്ങനെ എയർപോർട്ടിൽ വന്ന് എല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി ആദ്യ യാത്രയുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് മനസ്സിൽ ആവശ്യമില്ലാത്ത പല ചിന്തകൾ, വിമാനം പറക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയൊക്കെയാന്നുള്ള ഒരുപാട് ചിന്തകളാണ് മനസ്സിൽ. അങ്ങനെ യാത്ര തുടങ്ങാറായി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് വിയർക്കുന്ന ആളാണ്. നോർമലി ഞാൻ എൻ്റെ കൈയൊക്കെ വിയർക്കും പെട്ടെന്ന്. പേടി അല്ലെങ്കിൽ സന്തോഷം, സങ്കടമൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ എൻ്റെ കൈയും കാലും വിയർക്കും. കൈവെള്ളയും കാലിൻ്റെ വെള്ളയൊക്കെ വിയർക്കും. അങ്ങനെ വിമാനം ടേക്ക് ഓഫ് ആകുന്ന സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. ആ പേടിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം എൻ്റെ മനസ്സിൽ മറ്റേ വെട്ടം സിനിമയുടെ അകത്ത് ഭാവനപ്പാനി എന്ന് പറഞ്ഞ ഒരു നടിയില്ലേ, അവരിങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കത്തില്ല, ദിലീപ് കാണിച്ചെടുത്തിട്ട്. ഈ ഒരു സീനൊക്കെയാണ് എൻ്റെ മനസ്സിൽ അന്നേരം നടക്കുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നവരെയൊക്കെ നോക്കുന്നുണ്ട്. അവരൊക്കെ നേരത്തെ യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. നമുക്കാണ് ഇതെല്ലാം പുതുമ. അങ്ങനെ ഞാൻ യാത്ര തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുകയാണ്. അങ്ങനെ ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ചെവിക്ക് നല്ലൊരു വേദന, എന്തോ ഒരു അസ്വസ്ഥത, ചെവിയുടെ സൈഡ് കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒരു ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെവി വേദന കൂടി കൂടി വന്ന് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായി. അന്നേരത്തേക്ക് ഞാൻ അടുത്തിരിക്കുന്ന ആൾക്ക് പറഞ്ഞു, എന്തോ ഇങ്ങനെ അവരെങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. എയർ ഹോസ്റ്റസിനെ എങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ഉടനെ വിളിക്കാൻ പറ്റില്ല, നമുക്കിവിടെ മുകളിൽ ഒരു ഇതുണ്ട്, അതിൽ ഒരു സ്വിച്ച് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് ഇതാവും, അവർക്ക് അവിടെ ഇത് കിട്ടും, അവർ അന്നേരം വരും. പക്ഷേ അതൊന്നും ഇപ്പം പറ്റില്ല, കുറച്ച് നേരം കഴിഞ്ഞെങ്കിലേ അവർക്ക് വരാൻ പറ്റില്ല, കാരണം ഇത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതേ ഉള്ളൂ. പക്ഷേ ഈ സമയത്ത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ആദ്യ യാത്രയാണ്, ആദ്യമായിട്ടാണ് വിമാനത്തിൽ. അങ്ങനെ പല ചിന്തകളുണ്ട്. പക്ഷേ ഈ ചെവി വേദന എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. ഫ്ലൈറ്റിലിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, ഇവരെല്ലാം കരയുവാണ്. അന്ന് എനിക്കിത് എന്താ, കുഞ്ഞുങ്ങൾ പെട്ടെന്ന് എല്ലാവരും കൂടെ കരഞ്ഞ് എന്താന്ന് മനസ്സിലായില്ല. പിന്നീട് അത് മനസ്സിലായി. നമ്മൾ വിമാനം ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള എയറിന് എന്തോ അത് കൂടുകയോ കുറേ എന്തോ ഒരു ഇതുകൊണ്ട് നമുക്ക് ഭയങ്കര ചെവിവേദന ഉണ്ടാവും. പലർക്കും അത് ഇൻഫെക്ഷനൊക്കെ ആവും. എനിക്ക് ഭയങ്കര ചെവിവേദനയായിരുന്നു. നമ്മുടെ ചെവിയിലൂടെ എന്തോ കുത്തി നമുക്ക് അപ്പുറത്ത് വരുന്ന പോലെ സഹിക്കാൻ പറ്റാത്തത്ര വേദന. അങ്ങനെ ഒരുവിധം ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി, ഇങ്ങനെ ആ ഒരു കുലുക്കമൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവരെ വിളിച്ചപ്പം അന്നത്തേക്ക് എൻ്റെ ചെവിവേദന പോയി. അവർ പറഞ്ഞു ഇതിങ്ങനെ ഉണ്ട്. അവർ മലയാളിയായിരുന്നു. അവർ പറഞ്ഞു ഇതിങ്ങനെ ഫസ്റ്റ് ടൈം ആണോ, അല്ലെങ്കിൽ നോർമലി ഇങ്ങനെയാണ്, ഇപ്പം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഉണ്ടാകും, അത് സ്വാഭാവികമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു വേദന അന്നേരം അങ്ങ് മാറി. ഓക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച് ആദ്യത്തെ യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തെ കാഴ്ചകൾ കാണും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം വരുന്നു. അങ്ങനെ ഇരുന്ന് വെള്ളം കുടിച്ച്, വെള്ളമൊക്കെ നല്ല രീതിയിൽ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നു. ആദ്യമായിട്ടാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന. ഈ ടോയ്ലറ്റ് നമ്മുടെ നോർമലി വീട്ടിലുള്ള പോലെയോ നമ്മൾ പുറത്തു പോയി ഹോട്ടലുകളിൽ പോകുന്ന പോലെയോ ഒക്കെ അതൊന്നും അറിയത്തില്ല. അങ്ങനെ ആൾക്കാരെല്ലാവരും പോകുന്നു വരുന്നൊക്കെ ചെയ്ത് ഞാനും യൂറിൻ പാസ് ചെയ്യാൻ പോയി. അങ്ങനെ യൂറിൻ പാസ് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കയറി ഇതിൻ്റെ അകത്ത് ഫ്ലഷ് അടിക്കാൻ വേണ്ടി ഫ്ലഷ് അടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സൗണ്ട്. ഞാൻ നന്നായിട്ട് അങ്ങ് ഒരു ഒച്ച വെച്ച് കൂവുക എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു കൂവലായപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇത് ഫ്ലഷ് അടിച്ച ആ എയറിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പേടിച്ചത്. പക്ഷെ ഇത് പുറത്ത് കേട്ടെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. ഒരുവിധം അതിൻ്റെ അകത്ത് കാര്യങ്ങളെല്ലാം സാധിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ ആ നേരത്തെ കണ്ട എയർ ഹോസ്റ്റസ് ചേച്ചി വാതിൽക്ക് നിൽപ്പുണ്ടായിരുന്നു. പേടിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പേടിച്ച് ചേച്ചി ചേച്ചി തന്നെ ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. ആരും അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇങ്ങനെ ഇല്ലാത്ത കാലമാണ്. കാരണം ഇന്നെങ്ങാനുമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എയറിലൂടെ പറന്ന് നടന്നേനെ. കാരണം ഇന്നെങ്ങാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും വീഡിയോ എടുക്കുകയും ഇതാവുകയും ചെയ്യും. നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് വന്ന് മൊബൈൽ എടുത്തില്ലെങ്കിൽ തന്നെയും എൻ്റെ സീറ്റാണെങ്കിൽ അങ്ങ് ഫ്രണ്ടിലാണ്. ഞാൻ ഈ ബാക്കിൽ നിന്ന് അവിടെ വരെ നടന്ന് പോകുമ്പോഴത്തേക്ക് എൻ്റെ ഇത് ആൾക്കാർ അവർ ചിരിക്കുന്ന വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ് ചിന്ത. എന്നെ കണ്ടുകൊണ്ടാണ് ഇവർ ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൂവി ഇവർ കേട്ടിട്ടാണ്, അയ്യോ ഒന്നും പറയണ്ട. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഇതായിട്ട് എനിക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടക്കാൻ തന്നെ ഒരു മടി. നടന്നിങ്ങനെ പകുതി എത്താറായപ്പോഴത്തേക്ക് അടുത്ത ഒരു ടാസ്ക് എന്ന് വെച്ചാൽ
ജെറ്റ് എയർവേസിൻ്റെ ഫ്ലൈറ്റിലാണ് ഞാൻ പോയത്. അതിൻ്റെ അകത്താണെങ്കിൽ അധികം സ്പേസ് ഒന്നും ഇല്ല, ഞാൻ കൂടെ നടക്കാനായിട്ടുള്ളത്. കാരണം ഈ ഫുഡ് പിന്നെ വേറെ കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ട്രോളി ഉണ്ട്. അത് ഈ എയർ ഹോസ്റ്റേഴ്സ് ഇവർ ഈ ട്രോളിയും തള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അയ്യോ, ഒന്നെങ്കിൽ അവരാരെങ്കിലും ആ സീറ്റിൻ്റെ അവിടോട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കണം, ഞാൻ അപ്പുറത്ത് പോകണം, അതല്ലെങ്കിൽ ട്രോളി ഫുള്ള് ബാക്കിലോട്ട് പോകണം. ഇത് രണ്ടും നടക്കുന്നില്ല. പിന്നെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അത് അവരവിടെ ഫുഡ് ഇങ്ങനെ കൊടുത്തു വരുവാണ്. കാരണം അത് പെട്ടെന്ന് ബാക്കിലോട്ട് ഒഴിവാക്കി പോകാൻ അവർക്ക് പറ്റത്തില്ല. അങ്ങനെ ഈ ഫുഡ് എല്ലാം കൊടുക്കുന്ന വരെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാണ്. അത് എനിക്ക് പിന്നെയും ചമ്മലാണ്. ഈ എന്നെയാണ് ഇവരാരെങ്കിലും കണ്ട് നാണക്കേട്, ചിരി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരുവിധം ഇത് കഴിഞ്ഞ് അവസാനം ഞാൻ അങ്ങ് എത്തി, എൻ്റെ സീറ്റിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പഴയതുപോലെ അന്ന് എൻ്റെ കയ്യിൽ മൊബൈലിനകത്ത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ 1-2 സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സിനിമകളൊക്കെ ഇങ്ങനെ കണ്ട് ഒരുവിധം യാത്രയുടെ ആ ക്ഷീണം, അതുവരെ ഉണ്ടായിരുന്ന ക്ഷീണം, കാരണം നല്ല ചെവിവേദന വന്ന് ഞാൻ ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. പിന്നെ ഈ ബാത്റൂമിൽ പോയി ഒച്ചയെടുത്തതിൻ്റെ ആ ഒരു ചമ്മലും ആ ഒരു വിഷമം, എനിക്ക് നല്ല വിഷമമുണ്ടായി. കാരണം അങ്ങനെ പേടിച്ചിട്ട് നമ്മളൊരു കൂല് വരുമ്പം ആദ്യമായിട്ട് ഒരു നാണക്കേട്, ചമ്മലൊക്കെ. അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് സൗദി എത്താറായി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ അപ്പുറത്തെ ചെവിവേദന, ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ച്, അവരിങ്ങോട്ട് വരത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ചെവിവേദന പ്ലീസ് എന്ന് പറഞ്ഞു. അതിലോ ഒച്ചത്തിലല്ല, എങ്കിൽ തന്നെ ഞാൻ വിളിച്ച്. പക്ഷേ അവർ അന്നേരം ഒന്നും വന്നില്ല. കാരണം അവർക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞ് അവർ വന്ന് ഒന്ന് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെ നോർമലാണ്, പേടിക്കേണ്ട, ഓക്കെ ആവുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി. അങ്ങനെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ വാപ്പിയുടെ സഹോദരനും വന്നിട്ടുണ്ട് എയർപോർട്ടിൽ, സൗദിയിൽ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ യാത്ര വേറെ റൂമിലോട്ട്, എൻ്റെ വാപ്പീൻ്റെ റൂമിലോട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് ഒരു പമ്പിൽ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി. അന്നേരം ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ വണ്ടിയിലോട്ട് കയറിയിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഒരു ചെവി കൂടെ എന്തോ കയറി അപ്പുറത്തെ ചെവി കൂടെ പോകുന്നത്. ഈ കിളി പോകുക എന്ന് പറയുന്ന ആ ഒരു ഫീല് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ആ സമയത്താണ്. കാരണം നമ്മുടെ ചെവി ഈ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള ആ ഒരു എയറിൻ്റെ പ്രഷർ കൊണ്ട് അടഞ്ഞിരിക്കുമായിരുന്നു. നമ്മൾ പുറത്ത് വന്ന് നോർമലി ആ ഒരു കാറ്റ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടഞ്ഞിരിക്കുന്ന ചെവി നല്ല പ്രഷറിൽ അങ്ങോട്ട് തുറക്കുമ്പം ചെവിയുടെ അകത്തുനിന്ന് ഇങ്ങനെ വെള്ളം പോലെ ഏതോ ഒരു ഫ്ലൂയിഡ് അതിങ്ങനെ തെറിച്ചിട്ട് സഹിക്കാൻ പറ്റാത്തത്ര വേദന. ആ ഒരു വേദനയിൽ എൻ്റെ ചെവി അങ്ങ് തുറന്നപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ, വേദന സഹിക്കാൻ വയ്യ. എനിക്ക് കുറേ നാളാ വേദന അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ യാത്ര തുടർന്ന് റൂമിലെത്തി. കുറേ കാലം, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒരുവിധം ഓക്കെ ആയത്. പിന്നെ അങ്ങനെ ഒരു ചെവി വേദന ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇപ്പം വെക്കേഷൻ ഇതിന് തൊട്ട് മുമ്പ് പോയത് കാലിക്കറ്റിലാണ് പോയത്. എൻ്റെ നാട് ആലപ്പുഴയാണെങ്കിലും എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടി വന്നത്. അങ്ങനെ അവിടുന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ആ സമയത്തും ഓട്ടോയിൽ ഇരുന്ന് ഇതുപോലെ എൻ്റെ അടഞ്ഞിരുന്ന ചെവി പെട്ടെന്നൊന്നും തുറന്ന് കിളി പോയി. അത് ഞാൻ ഓട്ടോയിലിരുന്ന് ഒച്ച വെച്ച് നല്ലതായിട്ട് കൂവി. കാരണം അത് സഹിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ വേദനയാണ്. ആ സമയത്ത് ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞു എന്ത് പറ്റി എന്ന് ചോദിച്ചു. പറഞ്ഞു ഒന്നുമില്ല ചേട്ടാ, ഇതുപോലാണ്. ചേട്ടൻ പറഞ്ഞു ചില കുഞ്ഞുങ്ങളൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇതുപോലെ കരച്ചിലൊക്കെ ആയിരിക്കും. ചിലർക്ക്, വലിയവർക്കും ഉണ്ടാവും, ചെറിയവർക്കും ഉണ്ടാവും. പക്ഷേ എന്നെ കൊണ്ട് ഈ വേദനയൊന്നും സഹിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, നമ്മുടെ ഈ ചെവിയുടെ അകത്തുള്ള ആ ഞരമ്പൊക്കെ പൊട്ടി ഭയങ്കര ബുദ്ധിമുട്ട്. ചിലർക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു അതിസാഹസികമായ ഒരു വിമാനയാത്രയായിരുന്നു എൻ്റെത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളൊക്കെ തുടർന്നും ചാനലിൽ വരുന്നതായിരിക്കും.